അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമസ്കാരം അർത്ഥസഹിതം പഠിക്കാം എന്ന വിഷയത്തിൽ 37ാമത്തെ ഭാഗമാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇതിന്റെ മുമ്പുള്ള 36 ഭാഗങ്ങളിൽ നിസ്കാരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഇതുവരെയുള്ള 12ാമത്തെ ഫർള് വരെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. വളരെ കുറഞ്ഞ സമയങ്ങൾ മാത്രം. ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് ഒരു 10 മിനിറ്റിൽ കൂടുതൽ ഒരു വിഷയത്തിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഹൃദയങ്ങളാണ് മനുഷ്യനിക്കുള്ളത് എന്ന് മനസ്സിലാക്കി വളരെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി, വീഡിയോകളാക്കി, ക്ലിപ്പുകളാക്കി. ക്ലിപ്പ് എന്നതിന്റെ അർത്ഥം ചെറിയ വീഡിയോ എന്നാണ്. അവ ചെറിയ വീഡിയോകളാക്കി ആണിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തത് തന്നെ എല്ലാവർക്കും അത് മുഴുവനും കേൾക്കാൻ അവസരം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഇത് പൂർണ്ണമായി കേൾക്കണം എന്ന് ഉണർത്തുകയാണ്. 12ാമത്തെ നിസ്കാരത്തിന്റെ ഫർള് അത്തഹിയാത്തിനും സ്വലാത്തിനും സലാമിനും വേണ്ടി ഇരിക്കുക എന്നതാണ്. അവസാനത്തെ അത്തഹിയാത്തിൽ സ്വലാത്ത് വരെയാണ് നാം ചർച്ച ചെയ്തത്. അത്തഹിയാത്ത് കഴിഞ്ഞ് സ്വലാത്ത്, അതിൽ പ്രാർത്ഥനയുണ്ട്. എന്നാൽ ആദ്യത്തെ അത്തഹിയാത്തിൽ പ്രാർത്ഥനയില്ല. അതിൽ പ്രാർത്ഥന നടത്തൽ ഖിറാഅത്താണ്. അത് പെട്ടെന്ന് തീരേണ്ടതാണ്. അതുകൊണ്ടാണ്. എന്നാൽ ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് മഅ്മൂമിന്റെ അത്തഹിയാത്ത്, ആദ്യത്തെ അത്തഹിയാത്ത്, ഇമാമിന്റെ ആദ്യത്തെ അത്തഹിയാത്ത് തീരുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞാൽ മഅ്മൂം അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പാടില്ല. അപ്പൊ ഈ പ്രാർത്ഥന അവൻ അവിടെ കൊണ്ടുവരണം. പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ നിന്ന് പല പ്രാർത്ഥനകളും കൊണ്ടുവരാവുന്നതാണ് ഈ സ്വലാത്ത് കഴിഞ്ഞതിന് ശേഷം. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഹദീസിൽ വന്ന പ്രാർത്ഥനകൾക്കാണ്. ആ പ്രാർത്ഥനകളാണ് നാം മുന്തിക്കേണ്ടത്. ഹദീസിൽ വന്ന പ്രാർത്ഥനകളിൽ നിന്ന് തന്നെ ഏറ്റവും ശക്തിയായ സുന്നത്തുള്ളത് ചില പണ്ഡിതന്മാര് നിർബന്ധമാണ് എന്ന് അഭിപ്രായപ്പെട്ട പ്രാർത്ഥനയാണ്. അത്തഹിയാത്തിന്റെ സ്വലാത്തിന്റെയും പുറമെ പ്രാർത്ഥനയുടെ ചില ഭാഗം നിർബന്ധമാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സഹീഹ് മുസ്ലിം എന്ന കിതാബിൽ കാണാം, താവൂസ് റളിയല്ലാഹു അൻഹു മകനോട് നിസ്കാരം മടക്കി നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചു എന്നാണ് ഈ അത്തഹിയാത്തിന്റെ അവസാനത്തിലുള്ള പ്രാർത്ഥന ഒഴിവാക്കിയത് കാരണം. ഇബ്നു അസ്മ എന്നവരത് നിർബന്ധമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭാഗമാണ് ആദ്യം ഞാനിവിടെ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ നിർബന്ധമാണെന്ന് പണ്ഡിതന്മാര് പറഞ്ഞ ഭാഗം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുകയില്ല. അത് ഒഴിവാക്കുന്നത് ഖിറാഅത്താണ്. അതുകൊണ്ട് അത് ആദ്യം പറയുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്തി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഇത് എന്തായാലും ഒഴിവാക്കാൻ പാടില്ല. ഇതിന്റെ മുമ്പുള്ളത് ഒഴിവാക്കിയാലും ഇത് നമസ്കാരത്തിൽ കൊണ്ടുവരണം. സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഇതൊക്കെ വേണം. അപ്പൊ സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് അത്തഹിയാത്ത് പൂർണ്ണമായി കൊണ്ടുവരാൻ സാധിക്കുകയില്ലെങ്കിലും ഈ പ്രാർത്ഥന അതിന്റെ കൂടെ വരണം. ആദ്യം പറഞ്ഞ അത്തഹിയാത്ത് ഇതിന്റെ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്, അത് വേണം. അതിന്റെ ശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്ന സ്വലാത്ത് വേണം. അതിന്റെ പുറമെ ഈ ഒരു പ്രാർത്ഥന കൂടി നമ്മൾ സുന്നത്ത് നിസ്കാരത്തിനും ഉൾപ്പെടുത്തണം, പ്രത്യേകിച്ച് തറാവീഹ് നിസ്കാരങ്ങളിലൊക്കെ. കാരണം അല്ലെങ്കിൽ ഓരോ റക്അത്തിലും ഈ 2 റക്അത്തിലും ഖിറാഅത്തുകൾ വന്നുകൊണ്ടിരിക്കും. ഇത് ഒഴിവാക്കൽ ഖിറാഅത്താണ്. ഇതേ പ്രകാരം തന്നെ പ്രാർത്ഥനയിലെ ഹദീസിൽ വന്ന പ്രാർത്ഥനയിൽ പെട്ടതാണ് അല്ലാഹുമ്മ ഗ്ഫിർലി. അപ്പൊ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്നി അഊദു ബിക, തീർച്ചയായും നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, മിൻ അദാബിൽ ഖബ്ർ, ഖബറിലുള്ള ശിക്ഷയെ തൊട്ട്.
അവർ ശിക്ഷ ഉണ്ട് എന്നാണ് പതിയെന്ന് മനസ്സിലായത്. സഹീഹ് ഹദീസിൽ ഇത് വന്നിട്ടുണ്ടല്ലോ, അദാബുൽ ഖബറിന്. ഒമിൻ അദാബിൻ നാർ, നരക ശിക്ഷയെ തൊട്ട്. ഒമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്തി, ജീവിതത്തിലും മരണത്തിലും ഒക്കെയുള്ള ഫിത്നകളെ തൊട്ട്. ജീവിതത്തിൽ പല സൈസ് ഫിത്ന ഉണ്ടാവും. മരിക്കുന്ന സമയത്ത് നമ്മളുടെ ഈമാന് തകരാറാക്കാൻ വേണ്ടി ഫിത്നയുമായിട്ട് ശൈത്താൻ ഇബ്ലീസ് വരും. ഒമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ, ലോകം ചുറ്റി നടക്കുന്ന ദജ്ജാൽ എന്ന് പറയുന്ന സാധനം വരാനുണ്ട്, അതിന്റെ ഫിത്നയെ തൊട്ടും ഒക്കെ കാവലിനെ ചോദിച്ചുകൊണ്ടുള്ള ഈ പ്രാർത്ഥന, ഇത് ആണ് സാധാരണ നമ്മൾ ആദ്യം ചൊല്ലാറുള്ളത്. ഞാനത് രണ്ടാമതിലേക്ക് പിന്തിച്ചുകൊണ്ട് പറഞ്ഞത്, ഈ പ്രാർത്ഥന ആദ്യം തന്നെ പറയാനുള്ള കാരണം ഇത് രണ്ടാമതാണ് വരാറുള്ളത്. ഇത് ഉപേക്ഷിക്കൽ ഖിറാഅത്തായത് കൊണ്ടാണ്. ഇനി ആദ്യമായി നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഗ്ഫിർലി ഇമ്മാ ഖദ്ദംതു, പടച്ചവനെ എനിക്ക് ഇതുവരെ സംഭവിച്ചതായ ദോഷങ്ങൾ നീ പുറത്തു കൊണ്ടോ. ഞാൻ മുന്തി ചെയ്ത ദോഷം എന്ന് പറഞ്ഞാൽ ഇതുവരെ എന്നിൽ നിന്ന് സംഭവിച്ചു. വമാ അഖർതു, ഇനി എനിക്ക് സംഭവിക്കുന്ന ദോഷങ്ങളും നീ പുറത്തു തരണമേ. ദോഷം സംഭവിക്കൂല എന്ന് ഒരാൾക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വരികയാണെങ്കിൽ അത് നീ പൊറുക്കണേ വരുന്ന സമയത്ത് എന്ന. വമാ അസ്റഫ്തു, ഞാൻ അതിര് വിട്ട് കടന്ന് ചെയ്ത ദോഷങ്ങളെ. മാ അസ്റർതു വമാ അലംതു, ഞാൻ രഹസ്യമായും പരസ്യമായും ചെയ്ത ദോഷങ്ങളെ. വമാ തഅലമു ബിഹി മിന്നി, നീ എന്നെക്കാൾ അറിയുന്ന ദോഷങ്ങളെ. അന്നക ഇന്നക അല്ലാഹുമ്മ ഇന്നക അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിറു, നീയാണ് മുന്തിക്കുന്നവനും പിന്തിക്കുന്നവനും ഒക്കെ. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ ഇല്ല എന്നതാണ് ആ പ്രാർത്ഥന. ഇതിന്റെ ശേഷം ഇവിടെ നേരത്തെ പറഞ്ഞ പ്രാർത്ഥനയും ചേർത്ത് പ്രാർത്ഥിക്കൽ സുന്നത്തുണ്ട്. ഇതല്ലാത്തതും പ്രാർത്ഥിക്കാവുന്നതാണ്. ഏറ്റവും അഫ്ളൽ ഇതാണ്. ആദ്യം പറഞ്ഞത് ഉപേക്ഷിക്കൽ ഖിറാഅത്തുമാണ്. ഇനി നിസ്കാരത്തിന്റെ 13ാമത്തെ ഫർള് ഒന്നാം സലാം വീട്ടുക എന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ചെറിയ ഭാഗം മാത്രം ഉൾപ്പെടുത്തുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് അസ്സലാമു അലൈക്കും എന്നതാണ്. ഈ അസ്സലാമു അലൈക്കും എന്നതിൽ നിന്ന് ഒരു അറഫിനെയും കളയാനോ ഒന്നിന് പകരം മറ്റൊന്ന് കൊണ്ടുവരാനോ ഒന്നും പാടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് കൂടി പറഞ്ഞാൽ പൂർണ്ണമായി. ഇതിൽ നിർബന്ധമായ കാര്യം, സലാം വീട്ടുന്ന സമയത്ത് നിസ്കാരത്തിൽ നിന്ന് ഞാൻ തഹല്ലുലാകുന്നു, വിരമിക്കുന്നു, ഒഴിവാകുന്നു എന്നതല്ലാത്ത മറ്റു വല്ലതും ഉദ്ദേശിക്കാതിരിക്കലാണ്. ഇത് ഉദ്ദേശിക്കണമെന്നില്ല. അതേ പ്രകാരം തന്നെ തടസ്സങ്ങളില്ലാത്ത സമയത്ത് സലാം നമ്മുടെ ശരീരം കേൾക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി പറയുന്നത്. സലാം വീട്ടുന്ന സമയത്ത് നമ്മുടെ മുഖം മാത്രമാണ് തിരിയേണ്ടത്, നെഞ്ഞ് തിരിയാൻ പാടില്ല. ഒട്ടാകെ കണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് തിരിയാൻ പാടില്ല. അങ്ങനെ തിരിഞ്ഞാൽ നമസ്കാരം ബാത്തിലാകും. മുഖം മാത്രം തിരിഞ്ഞ് സലാം വീട്ടും. പിന്നെ അസ്സലാമു അലൈക്കും രണ്ട് കലിമത്തിന്റെ ഇടയിൽ തുടരെ കൊണ്ടുവരൽ നിർബന്ധമാണ്. അർത്ഥം വ്യത്യാസപ്പെടുന്ന രീതിയിലുള്ള വല്ലതും ചുരുക്കുകയോ വർദ്ധിപ്പിക്കുകയോ ചെയ്യലും ഉപേക്ഷിക്കൽ നിർബന്ധമാണ്. 14ാമത്തെ ഫർള് ഈ പറഞ്ഞത് പ്രകാരം ക്രമമനുസരിച്ച് കൊണ്ടുവരിക എന്നതാണ്. അപ്പൊ ഒരു ഫീലിയായ ഫർളിനെ ഈ പറഞ്ഞ ക്രമം തെറ്റിച്ചുകൊണ്ട് ഒരാൾ ചെയ്താൽ അയാളുടെ നിസ്കാരം ബാത്തിലാകും. ഖൗലിയായ ഫർളാണെങ്കിൽ, സലാം അല്ലാത്ത ഏതെങ്കിലും ഫർളാണെങ്കിൽ നിസ്കാരം ബാത്തിലാവുകയില്ല. അതേ പ്രകാരം ക്രമമനുസരിച്ച് കൊണ്ടുവരിക എന്നത് സുന്നത്തുകളുടെ പ്രതിഫലം ലഭിക്കാൻ സുന്നത്താണ്. അപ്പൊ 37ാമത്തെ ഭാഗമാണ് നാം ചർച്ച ചെയ്തത്. വളരെ ചുരുക്കിയിട്ടുണ്ട്. ഇതിലെല്ലാം വളരെയധികം കാര്യങ്ങൾ ഇനിയും ചേർക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ 38ാമത്തെ ഭാഗം നിസ്കാരത്തിൽ പാലിക്കേണ്ട സുന്നത്തുകൾ എന്ന വിഷയത്തിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് പിന്നീട് എത്തുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ഒരു നാഫിയായ ഉപകാരമുള്ള ഒരു അറിവായി അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധപ്പെട്ടവർ, നമ്മളുടെ ഭാര്യമാരുടെ മാതാപിതാക്കൾ, അവരിൽ നിന്നും അവരുടെ മറ്റ് ബന്ധപ്പെട്ടവരൊക്കെ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെയൊക്കെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവർക്കൊക്കെ
ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. നമ്മുടെ ഈ ചാനലിൽ അംഗങ്ങളായ അനേകം ആളുകളുണ്ട്. അവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കുകയും മരണപ്പെട്ടു പോയ അവരുടെ ബന്ധുക്കൾ മറ്റ് ബന്ധപ്പെട്ടവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുകയും അവരുടെ മക്കൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന പല മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്ക് ആഫിയത്ത് അല്ലാഹു നൽകുകയും ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.